ശബരിമലയിൽ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയതിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഇത്തരക്കാർക്കെതിരെ ഉരുക്ക് മുഷ്ടി ഉപയോഗിക്കേണ്ടതാണെന്ന് കോടതി. അതേസമയം ശബരിമലയിൽ അമിത വില ഈടാക്കുന്നുണ്ടോ എന്നറിയാൻ പ്രത്യേക സ്ക്വാഡ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും പത്തനംതിട്ട കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരണവുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ആദ്യം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അത് തോന്നിയ വിലയ്ക്ക് വിൽപ്പന നടത്തുക, അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, കോടതി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഉരുക്കുമുഷ്ടി പ്രയോഗിക്കണം ഇത്തരക്കാർക്കെതിരെ എന്ന് കോടതി പറഞ്ഞു വെക്കുകയാണല്ലേ? അതെ ദേവിക, ഈ ശബരിമല നിലയ്ക്കൽ ഭാഗത്തൊക്കെ ഈ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിൽപ്പന നടത്തിയ ഒരു സംഭവം പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു പരാമർശമാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നിലവാരമില്ലാത്തത് വിൽക്കുന്ന സംഭവത്തിലും അതോടൊപ്പം തന്നെ ഈ അമിത വില ഈടാക്കുന്ന സംഭവത്തിലും പരിശോധന നടത്താനായിട്ട് പ്രത്യേക സ്ക്വാഡിനെ 24 മണിക്കൂറും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പ് ലീഗൽ മെട്രോളജി വിഭാഗം ഈ ഉദ്യോഗസ്ഥരാണ് ഈ സ്ക്വാഡിൽ ഉൾപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇന്ന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിലയ്ക്കലിൽ ഈ പരിശോധനയ്ക്ക് എത്തിയ സംഘത്തിന് നേരെ ഈ പറയുന്ന കുത്തക ഹോൾഡർമാർ, ഈ കരാറുകാർ, അതായത് വിൽപ്പനക്കാർ പ്രതിഷേധമുയർത്തിയ ഒരു സാഹചര്യം കൂടി വിശദീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. കൃത്യമായിട്ട് സുരക്ഷയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നിലവാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഈ പറയുന്ന തീർത്ഥാടകർക്ക് ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടതാണ് എന്നുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തെ ഹൈക്കോടതി കണ്ടതുകൊണ്ടുമാണ്. എന്തായാലും വിഷയം ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ കൊല്ലം ആര്യങ്കാവിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നിലവിൽ ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സന്നിധാനത്തെയും പമ്പയിലെയും നിലയ്ക്കലിലെയും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിഷയങ്ങൾ ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ദേവിക.